സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഔപചാരികമായ തുടക്കമാവുകയാണ്. മേള നഗരിയിൽ ഇപ്പോൾ കലോത്സവത്തിന്റെ പതാക ഉയർത്തൽ ചടങ്ങ് നടക്കുന്നു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് പതാക ഉയർത്തുന്നത്. സെൻട്രൽ സ്റ്റേഡിയത്തിലെ പ്രധാന വേദിയിലാണ് ഇപ്പോൾ പതാക ഉയർത്തൽ ചടങ്ങ് നടക്കുന്നത്. തലസ്ഥാനത്ത് ഇനിയുള്ള 5 നാൾ ഉത്സവമേളത്തിന്റെ ദിവസങ്ങളാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഔപചാരികമായ അറിയിപ്പ് വന്നിരിക്കുകയാണ്. ഇനി 11 മണിയോടെ ആണ് മേളയുടെ കൃത്യമായ തുടക്കമുണ്ടാവുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കും. ഇപ്പോൾ മേളയുടെ വരവറിയിച്ചുകൊണ്ടുള്ള പതാക ഉയർത്തൽ ചടങ്ങാണ് പ്രധാന വേദിക്കരികിൽ നടന്നത്. ഇനിയുള്ള 5 ദിവസം ഉത്സവത്തിന്റെ ദിനങ്ങളാണ് തിരുവനന്തപുരത്തിന്. സംസ്ഥാനത്തെങ്ങും നിന്നുമുള്ള 12,000-ലേറെ കുട്ടികളാണ് തിരുവനന്തപുരത്തേക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ എത്തിച്ചേരുക. ഹരികൃഷ്ണൻ വിവരങ്ങളുമായി. ഹരി, മേളയുടെ വരവറിയിച്ചുകൊണ്ട് ഇനിയുള്ള 5 ദിവസം ഈ പതാക അവിടെ ഉയർന്നു പോകും. ഏറ്റവും അഭിമാനകരമായ ഒരു ഉത്സവത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇനി എന്തൊക്കെയാണ് ഇന്ന് എപ്പോഴൊക്കെയാണ് കാര്യങ്ങൾ നടക്കാനുള്ളത്? സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് അല്പസമയത്തിനകം തിരിതെളിയും. പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കലാമേളയുടെ ഔപചാരികമായ തുടക്കം കുറിക്കുക. 44 വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന നൃത്തശില്പത്തോടെ ഇന്ന് വേദി ഉണരും. ആദ്യ ഇനമായി വേദിയിലെത്തുക കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കലാരൂപമായ മോഹിനിയാട്ടമാണ്. ഇപ്പോൾ സെൻട്രൽ സ്റ്റേഡിയത്തിലെ പ്രധാന വേദിക്കരികിൽ ഈ മേളയുടെ വരവറിയിച്ചുകൊണ്ടുള്ള പതാക ഉയർത്തൽ ചടങ്ങാണ് നടന്നത്. 25 വേദികളിലായി 249 മത്സര ഇനങ്ങളാണ് വരുന്ന 5 ദിവസത്തിനകം നടക്കുന്നത്. ഏതാണ്ട് 12,000-നും 15,000-നും ഇടയ്ക്ക് വിദ്യാർത്ഥികൾ ഈ പല മത്സര ഇനങ്ങളിലായി 25 വേദികളിൽ കാണികൾക്ക് മുന്നിലെത്തും. ഇന്നത്തെ ദിവസം ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ സംഘനൃത്തം മേളയിലെ ഏറ്റവും ഗ്ലാമറസ് ആയ ഇനങ്ങളിൽ ഒന്നാണ്. കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ കാണികൾ എത്തുന്ന സംഘനൃത്തം ഇന്ന് നടക്കുന്നുണ്ട്. ഒപ്പന ഇന്ന് നടക്കുന്നുണ്ട്. ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ മാർഗം കളിയും ഇന്നത്തെ ദിവസം നടക്കുന്നുണ്ട്. സംസ്കൃത
ഹരികൃഷ്ണൻ വിവരങ്ങളുമായി. ഹരി, ഹരികൃഷ്ണൻ വേദിയിൽ തന്നെ, പക്ഷേ ബാൻഡ് കേൾക്കുക സാധ്യമല്ല. ഏതായാലും 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വരവറിയിച്ചുകൊണ്ടുള്ള പതാക അവിടെ ഉയർന്നു പൊങ്ങിക്കഴിഞ്ഞു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് സെൻട്രൽ സ്റ്റേഡിയത്തിലെ പ്രധാന വേദിക്കരികിൽ കലോത്സവ പതാക ഉയർത്തിയത്. ഇനിയുള്ള 5 ദിവസം തലസ്ഥാനത്ത് ഉത്സവമേളത്തിൻ്റെതാണ്. 25 വേദികളിലായി 15,000-ഓളം വിദ്യാർത്ഥികളാണ് ഇനി തലസ്ഥാനത്തെ കാണികൾക്ക് മുന്നിലെത്തുന്നത്. തലസ്ഥാനത്തെ കാണികളല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കാണികൾക്ക് മുന്നിലേക്ക് ഈ 15,000-ഓളം കലാപ്രതിഭകളുടെ പ്രകടനങ്ങൾ എത്തും. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും തിരുവനന്തപുരത്ത് പൂർത്തിയായി കഴിഞ്ഞു. ഇപ്പോൾ നടന്നത് പതാക ഉയർത്തലാണ്. ഇനി 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ 10 മണിക്കാണ് ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുക. അതിനുശേഷം 44 വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ഉദ്ഘാടന നൃത്തം നടക്കും. ആ ഉദ്ഘാടന നൃത്തത്തിന് ശേഷമാണ് വേദികളിൽ മത്സര ഇനങ്ങൾ തുടങ്ങുക. ഇന്നത്തെ പ്രധാന ഇനങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ സംഘനൃത്തം, ഒപ്പന, മോഹിനിയാട്ടം, മാർഗംകളി തുടങ്ങിയവയാണ് ആദ്യ ദിനത്തിൽ കാണികൾക്ക് മുന്നിലെത്തുക. 29 മുഖ്യാതിഥികൾ അല്പസമയത്തിനകം നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. ശ്രീനിവാസൻ തൂണേരി രചിച്ച് കാവാലം ശ്രീകുമാർ ചിട്ടപ്പെടുത്തിയ കലോത്സവത്തിന്റെ സ്വാഗതഗാനത്തിന്റെ നൃത്താവിഷ്കാരം നിർവഹിക്കുന്നത് കലാമണ്ഡലത്തിലെ കുട്ടികളും ഒപ്പം സംസ്ഥാനത്ത് മുഴുവൻ നിന്നുള്ള സർക്കാർ വിദ്യാലയങ്ങളിലെ കുട്ടികളും ചേർന്നാണ്. ഏറ്റവും ശ്രദ്ധേയമായ ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങിന്റെ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു ഇനം വയനാട് വെള്ളാർമല GHSSലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന സംഘനൃത്തമാണ്. നമുക്കറിയാം, പ്രളയത്തിൽ പെട്ടെന്നുണ്ടായ ഉരുൾപൊട്ടലിൽ സർവ്വവും നഷ്ടപ്പെട്ട വെള്ളാർമല സ്കൂളിലെ കുട്ടികളുടെ തിരിച്ചുവരവാണ് നമ്മൾ ഇന്ന് അല്പസമയത്തിനകം വേദിയിൽ കാണാൻ പോകുന്നത്. സ്കൂൾ കലോത്സവത്തിലാണ് ഇന്ന് തിരിതെളിയുന്നത്. ഈ 5 ദിവസങ്ങൾ അനന്തപുരി കലയുടെ തന്നെ ആരവത്തിൽ മുഴങ്ങുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ പോകുന്നത്. ചടങ്ങുകൾ ഉൾപ്പെടെ നടന്നത് കൃത്യമായി ഹരി അവിടെ നിന്ന് വിവരങ്ങൾ നൽകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ബാൻഡ് മേളത്തിനേക്കാൾ ഉയരത്തിൽ ഒരു ശബ്ദം അത്ര എളുപ്പമല്ല. ഹരികൃഷ്ണൻ കുറച്ച് സമയത്തിനകം തന്നെ ഹരിയിലേക്ക് മടങ്ങിയെത്താം. അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളെല്ലാം ഇനി ഹരികൃഷ്ണനും അനുശ്രീയും ഒപ്പം ഷംനയും നൽകും. അല്പസമയത്തിനകം തന്നെ അവിടെ ഉദ്ഘാടന ചടങ്ങിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി. ഉദ്ഘാടന ചടങ്ങ് 10 മണിക്ക് ശേഷമാണ് നടക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള 29 മുഖ്യാതിഥികൾ ഈ വേദിയിൽ ഉണ്ടാകും. അതിനുശേഷം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെള്ളാർമല സ്കൂളിലെ കുട്ടികളടക്കം വേദിയിലേക്ക് എത്തും.